ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ ഒരു ട്രിപ്പ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഒരാഴ്ചയായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ട്രിപ്പ് പോകുകയാണെന്നല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് കേട്ടോ. 2 മണിയായപ്പോൾ എഴുന്നേറ്റു. 3 മണിക്ക് വാൻ വരും നമുക്ക് പോകാനുള്ളത്. അതുകൊണ്ട് തന്നെ 2 മണിയായപ്പോഴേ എഴുന്നേറ്റു. കുളിച്ചു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞു. കാരണം ഇനി അവിടെ പോയിട്ട് കുളിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. പോകുന്ന സ്ഥലത്ത് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കുളിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. ഇനി വണ്ടി ഇരുന്നൊന്ന് ഉറങ്ങണം, ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. കാരണം തലേ ദിവസം രാത്രി ഞാനൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വണ്ടിയിൽ പോയിട്ട് നന്നായിട്ട് ഉറങ്ങണം. ഞങ്ങൾ 3 പേരും പോകാനായിട്ട് തയ്യാറായി. വണ്ടി എടുത്ത് ഞങ്ങൾ പോവാണ് കേട്ടോ. ചേട്ടൻ്റെ ബൈക്ക് വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സ്കൂട്ടിയിലാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ ബീനയുടെ വീട്ടിലോട്ടാണ് പോയത് കേട്ടോ. അവിടെ നിന്ന് അവരും ഒക്കെ ആയിട്ട് ഞങ്ങൾ നേരെ പള്ളിയിലോട്ട് പോയി കേട്ടോ. പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വീണ്ടും തിരിച്ചിവിടെ വന്നു ബാഗ് എടുക്കാനായിട്ട്. അതിനുശേഷം അവിടെ നിന്നാണ് നമ്മൾ വണ്ടി കയറി പോയത്. അപ്പോൾ ബീനയും സ്നേഹയൊക്കെ പോകുന്ന പള്ളിയാണ് കേട്ടോ ഇത്. ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ മെഴുകുതിരി കത്തിച്ചൊക്കെ പ്രാർത്ഥിച്ചത് കേട്ടോ. ഒരാപത്തും കൂടാതെ നമ്മൾ തിരിച്ചെത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയത്. വന്നുടൻ തന്നെ ഞാൻ ഇതുപോലെ വന്ന് തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കാമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3:45 ഒക്കെ ആയി കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ വെട്ടുകാട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പള്ളിക്ക് അകത്തോട്ട് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. പള്ളിയുടെ പുറത്ത് നിന്ന് തന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും വണ്ടിയിലോട്ട് തിരിച്ചു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നേരെ ഞങ്ങൾ വന്നത് കഴക്കൂട്ടത്താണ്. കഴക്കൂട്ടത്ത് വന്നിട്ട് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും ഓരോ ചായയും നെയ്പ്പത്തിരി പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അതുമൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്തൊക്കെ ചായ കുടിക്കാനും അവിടെ കടയുടെ ഫ്രണ്ടിൽ ഇഷ്ടംപോലെ പേരുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഈ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരു നല്ലൊരു വൈബായിരുന്നു കേട്ടോ. അങ്ങനെ വന്നു, വണ്ടിയിൽ വന്ന് അങ്ങ് കിടന്ന് ഉറങ്ങി കേട്ടോ. നല്ല സുഖമായിട്ട് നന്നിട്ട് ഉറങ്ങി. ഒരു 6:30 മണിയൊക്കെ ആയ സമയത്ത് ഞാൻ പിന്നെ കണ്ണ് തുറന്നു കേട്ടോ. കണ്ണ് തുറന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. പിന്നെ ചെറുതായിട്ട് വെയിലൊക്കെ ഉദിച്ച് വന്നു. ഒരു 7:15 ആയ സമയത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു കേട്ടോ. 7:15 7:15 എടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 8-8:30 മണിയെന്തോ ആയെന്ന് തോന്നുന്നു. നമുക്ക് കോട്ടയമൊക്കെ എത്താറായ സമയത്ത് ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. ഇനി ഒരുപാട് പോകാനുണ്ട്. അപ്പോൾ ഞാൻ കോഫിയാണ് കേട്ടോ വാങ്ങിയത്. എനിക്ക് പുറത്ത് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് എനിക്ക് കോഫി കുടിക്കാനാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ മസാല ദോശയാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. എബിയും ചേട്ടനൊക്കെ പൊറോട്ടയാണ് വാങ്ങി കഴിച്ചത്. ഞാൻ മസാല ദോശ വാങ്ങി കഴിച്ചിട്ട് എനിക്കതാണ് ഭയങ്കര ഇഷ്ടം. അങ്ങനെ കഴിച്ചു, കോഫിയും കുടിച്ചു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത സമയത്ത് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവരെയൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി സമയമുണ്ടല്ലോ, നമ്മൾ 2 ദിവസം ഫുൾ നമ്മൾ വണ്ടിയിലാണല്ലോ, അപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4 ഫാമിലിയാണ് കേട്ടോ പോയത്. ബീന, സുമോദയേട്ടൻ, സ്നേഹ, സുജിത്ത്, മോന്, പ്രവീണ ചേച്ചി, അജയൻ ചേട്ടൻ, 2 പേരും ഞങ്ങൾ. അപ്പോൾ 2-3 തവണത്തെ വൊമിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ കഴിച്ച ഫുഡ് എനിക്ക് ശരിയായില്ല. കാരണം നമ്മളെപ്പോഴും വണ്ടി യാത്രയൊക്കെ ചെയ്യുമ്പോൾ എരിവുള്ള ഫുഡ് വേണം കഴിക്കാൻ കേട്ടോ. എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ അങ്ങ് കഴിച്ചത് പക്ഷേ മസാല ദോശയായിരുന്നു. പക്ഷേ അതെനിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. എരിവില്ലാത്ത ഫുഡല്ലേ കഴിച്ചതുകൊണ്ട് എനിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിന് കുറേ പ്രാവശ്യം വൊമിറ്റ് ചെയ്ത് കേട്ടോ. ഒരു ഉച്ച കഴിയുന്നത് വരെയും എനിക്ക് ഫുൾ വൊമിറ്റിംഗ് ഒക്കെ ആയിരുന്നു. എങ്കിലും എല്ലാ സ്ഥലത്തും ഇറങ്ങി കേട്ടോ. പിന്നെ കുറച്ച് നേരമായപ്പോൾ ചേട്ടന്മാരെല്ലാവരും പുറകിലുള്ള സീറ്റിലിരുന്നു. ഞങ്ങൾ ഫ്രണ്ടിൽ ഞങ്ങൾ എന്തൊക്കെ തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ കളിച്ച് ചിരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ മൂന്നാറാണ് ഞങ്ങൾ ടൂറിന് വന്ന സ്ഥലം കേട്ടോ. അത് പറയാൻ മറന്നുപോയി. മൂന്നാറാണ് ഞങ്ങൾ വന്നത്. 1-2 ഇടത്തൊക്കെ ഇറങ്ങിയെങ്കിൽ ഞാൻ ഒരിടത്ത് തന്നെ അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. കുറേ ഇടത്ത് ഞാൻ പോയി ഛർദ്ദിച്ചു കേട്ടോ. എനിക്ക് അത്രയ്ക്കും വയ്യായിരുന്നു. പിന്നെ പിള്ളേരെല്ലാവരും ഛർദ്ദിച്ചു കേട്ടോ. ആകെപ്പാടെ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അതുവരെ അങ്ങനെ എനിക്കിങ്ങനെ വൊമിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞാനാണ്. പക്ഷേ എന്ത് ചെയ്യാം, എനിക്ക് അങ്ങോട്ട് കയറും തോറും ഒട്ടും പറ്റാത്ത പോലെ കേട്ടോ. ഭയങ്കര വൊമിറ്റിംഗ് ഒക്കെ ആയിരുന്നു ഉച്ചവരെ. ഉച്ചയ്ക്ക് ശേഷം ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു എങ്കിൽ പോലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ മൂന്നാർ എത്തി കേട്ടോ. മൂന്നാർ എത്തിയപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കഴിക്കാനായിട്ടിരുന്നു. ചേട്ടനും എബി എൻ്റെ അപ്പുറമായിട്ട് ഇരുന്നു കേട്ടോ. കാരണം ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒന്നും കഴിച്ചില്ല എന്നല്ല, 2 പേരും കഴിച്ചതിൻ്റെ കുറേശ്ശെ ഞാനെടുത്ത് കഴിച്ചൊന്നും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ മൊത്തത്തിൽ എനിക്ക് മാത്രമായിട്ട് ഫുഡൊന്നും വാങ്ങിച്ച് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് വേണ്ട, അത് എല്ലാം കൂടെ കഴിക്കുമ്പോഴത്തേക്ക് പിന്നെയും എന്തെങ്കിലും വൊമിറ്റിങ് തോന്നിയാലോ, അതുകൊണ്ട് തന്നെ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഫുഡൊക്കെ അവിടുത്തെ നല്ല രസമുണ്ട്, നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ.
അപ്പോൾ സുമോദേട്ടനും ബീനയൊക്കെ മറ്റേ മീൽസാണ് വാങ്ങി കഴിച്ചത് കേട്ടോ. അപ്പം സുമോദേട്ടൻ്റെ പ്ലേറ്റിൽ പായസം ഇരിക്കണം കണ്ടപ്പോഴത്തേക്കും ഞാൻ അതെടുത്ത് വെച്ച് കുടിച്ചതാണ് കേട്ടോ. സുമോദേട്ടന് വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനതെടുത്ത് കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഏലക്കയുടെ ടേസ്റ്റ് കൂടുതലായിട്ടും ഉണ്ടായിരുന്നു. ഇതാ ഈ ഒരു ഹോട്ടലിലാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത് വേറൊരു സ്ഥലം കാണാനായിട്ട് പോയി കേട്ടോ. നല്ല പൂക്കളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ കണ്ടിട്ടില്ലാത്ത പലതരത്തിലുള്ള പൂക്കളും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു. അവിടെ നിന്ന് തന്നെ നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ 1-2 റീൽസൊക്കെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഇവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ. നല്ലൊരു സ്ഥലമാണ്. വെറൈറ്റി ഇലകൾ, മറ്റേ പൂക്കളില്ലാത്ത ചെടികളും ഉണ്ടല്ലോ, അതൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് നമുക്ക് കണ്ണിന് കുളിർമ തരുന്നത് തന്നെയാണ് കേട്ടോ. അപ്പം ഞാനും ബീനയും കൂടെ ഒരു റീൽസ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ ഞങ്ങളുടെ ബാക്കിൽ സൈഡിൽ വന്ന് എടുത്ത വീഡിയോസാണ് ഇതൊക്കെ കേട്ടോ. നമുക്കത് ഇഷ്ടപ്പെട്ടു. അത് ആ റീൽസ് അവളെ ബീനയുടെ കയ്യിലാണ് ഇരിപ്പുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് നമുക്കത് കിട്ടാത്തത്. പിന്നെ ഞങ്ങൾ വേറൊരു സ്ഥലത്തോട്ട് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. ഇവിടെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയത് കേട്ടോ. ഈ ഒരു സ്പോട്ടെന്ന് വെച്ചാൽ അവിടെ ഫുൾ കായലിൽ വെള്ളമൊക്കെ നിറഞ്ഞൊരു സ്ഥലമാണ്. പക്ഷേ ഞങ്ങൾ ചെന്ന ആ സമയത്ത് ഭയങ്കര വരൾച്ചയുടെ സമയമാണല്ലോ നമ്മൾ പോയത്. നമ്മൾ ഏപ്രിൽ 29-നാണ് പോയത് കേട്ടോ. ആ ഒരു ടൈം വെയിലൊന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു. അതുകൊണ്ട് ഭയങ്കരമായിട്ടും അവിടെ മൊത്തത്തിൽ വെള്ളമൊക്കെ വറ്റി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ, അതായത് പൂന്തോട്ടത്തിൽ നമ്മൾ നേരെ വന്നത് മൂന്നാർ തേയില കോഫിയൊക്കെ ഉണ്ടാക്കുന്നൊരു ഫാക്ടറിയാണ് കേട്ടോ. അപ്പോൾ അകത്തോട്ട് ഫോൺ അലൗഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അവിടുത്തെ കാഴ്ചകൾ ഒരുപാട് കണ്ട് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ കണ്ട് ഞങ്ങൾ വീട്ടിലത്തേക്ക് നമുക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കാപ്പിപ്പൊടിയും തേയിലപ്പൊടിയും പിന്നെ കുറേ ഫ്രൂട്ട്സും ചോക്ലേറ്റും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവിടെ തന്നെ തൊട്ടടുത്ത് 2 കടകളായിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവിടെ തന്നെ ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്നും ഇതുവരെയ്ക്ക് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. കാരണം ഇപ്പോൾ ഓൾറെഡി വീട്ടിൽ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ചയായിരുന്നു, നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ആ മഴയത്ത് ഞങ്ങളെല്ലാവരും ഓരോ കോഫി വാങ്ങി കുടിച്ചു. അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും കുഞ്ഞു കൊച്ചായ ബീനയും അതും എബിയും അവർ ഐസ്ക്രീം വാങ്ങി കുടിച്ചു കേട്ടോ. അപ്പോൾ പൊന്നൂനും പിങ്കിക്കും പിന്നീടാണ് വാങ്ങിക്കൊടുത്തത്. അവർ ആ ഒരു ടൈമിൽ പെട്ടെന്ന് ഇതെല്ലാം കണ്ടിട്ട് അവർ വണ്ടി കയറി ഇരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ കോഫി വാങ്ങിക്കാൻ വന്ന സമയത്ത് അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ അവർക്ക് പിന്നീടാണ് നമ്മൾ വാങ്ങിക്കൊടുത്തത്. ഞങ്ങളെല്ലാവരും കോഫിയൊക്കെ കുടിച്ചു. പിന്നീട് അവർക്ക് ഐസ്ക്രീമൊക്കെ കുടിച്ചു. അതൊന്നും ഞാൻ വാങ്ങി കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റായിരുന്നു കോഫി കുടിക്കാനായിട്ട്. കോഫി മാത്രമല്ല, ഐസ്ക്രീം കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ അധികം ഐസ്ക്രീം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വണ്ടി കയറി ഇരുന്നപ്പോൾ ആദൂന് ഐസ്ക്രീം വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ പകുതിയെ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ തന്നെയാണ് ആ ഐസ്ക്രീമിൻ്റെ ബാക്കിയും കുടിച്ചത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു അയ്യോ ഒരെണ്ണം കൂടെ വാങ്ങിക്കേണ്ടതായിരുന്നു എന്ന് വിചാരിച്ചു. പിന്നെ വാങ്ങിച്ചില്ല കേട്ടോ. നല്ല മഴയായിരുന്നു. പക്ഷെ മഴയാണെങ്കിൽ പോലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മഴ മാത്രമായിരുന്നു കേട്ടോ. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പുഴ, അതായത് അത് നിറയെ വെള്ളം വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. അത് നമുക്ക് ഈ അടിത്തട്ട് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ വെള്ളം ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷേ അവിടെ ചെന്ന സമയത്ത് നല്ല വേനലായതുകൊണ്ട് തന്നെ എല്ലാം നന്നായിട്ട് ഇത് വറ്റിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫോട്ടോസ് എടുത്തു കേട്ടോ. ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നു. നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അപ്പോൾ ഓരോ ഫോട്ടോസിന് 20 രൂപ വെച്ചിട്ടാണ് എടുത്തത് കേട്ടോ. നല്ല ഫോട്ടോ. നമ്മുടെ കല്യാണത്തിന് ശേഷം ഞാനും ചേട്ടനും ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഫോട്ടോ ഷൂട്ട് എടുക്കുന്നത്. അല്ലാതെ നമ്മുടെ മൊബൈലിലൊക്കെ നമുക്കിങ്ങനെ ഫോട്ടോ എടുത്ത് തരും എന്നല്ലാതെ ഒരു ക്യാമറാമാൻ വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഫോട്ടോ എടുത്ത് തരുന്നത് ആദ്യമായിട്ടാണ്. എനിക്ക് അതിൻ്റെ ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എബിയെ നിർത്തി ഇങ്ങനെയൊക്കെ ഫോട്ടോ എടുത്തത് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറേ ഫോട്ടോസിൻ്റെ പ്രിൻ്റൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ഫ്രെയിം ചെയ്തിട്ട് കാണിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളത് മേടിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വണ്ടിയിലോട്ട് കയറി പിന്നെ ഒരു ഡാം കാണാനാണ് പോയത് കേട്ടോ. ഡാമും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രീതിയിലുള്ള വെള്ളം പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഡാം വഴി നന്നായിട്ട് വെള്ളം പോകുന്നുണ്ടായിരുന്നു. നല്ല ശക്തിയായിട്ട് തന്നെ അവിടെ നിന്നും അങ്ങനെ വെള്ളം പോകുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് ഓരോരോ സ്ഥലങ്ങൾ നമ്മളിങ്ങനെ വീഡിയോസൊക്കെ എത്ര കണ്ടു എന്ന് പറഞ്ഞാലും നമ്മൾ ആ ഒരു സ്ഥലത്ത് പോയി കാണണം. എങ്കിൽ മാത്രമേ
നമുക്ക് അവിടുത്തെ ഭംഗി എങ്ങനെയുണ്ട് എന്ന് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. നമ്മളിനി എങ്ങനെയൊക്കെ അത് വീഡിയോസ് കണ്ടു എന്ന് പറഞ്ഞാലും നമ്മൾ നേരിട്ട് കാണും പോലത്തെ ഒരു ഭംഗി ഒരിക്കലും ഉണ്ടായില്ല കേട്ടോ. അത്രയ്ക്ക് ഭംഗിയാണ് നമ്മൾ പോയ ഓരോ സ്ഥലങ്ങളും. ഇനി നാളെയും പോകാനുണ്ട്, അവിടെയും അതുപോലെ തന്നെയാണ് അറിഞ്ഞത് കേട്ടോ. പിന്നെ ഇതാ എബിയും ഇതിൻ്റെ കുതിരയുടെ പുറത്ത് കയറിയിട്ടുണ്ടായിരുന്നു, സുജിത്തും ആദുവും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സുജിത്തും ആദുവാണ് ആദ്യമായിട്ട് ഇതുപോലെ കുതിരയുടെ പുറത്ത് കയറിയത് കേട്ടോ. അവരെ ഒരുപാട് അങ്ങ് ചുറ്റിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര പേടിയുണ്ടായിരുന്നു സുജിത്തിന്, എങ്കിലും നമ്മളെല്ലാവരും പറയുന്നത് കേട്ടപ്പോഴത്തെ ഒരു ആവേശം തോന്നി അങ്ങ് കയറിയതാണ് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ആദുവിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനും പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന്. അതുപോലെ തന്നെയാണ് കേട്ടോ എബിയും. ആദ്യം എബിക്ക് നല്ല ഇഷ്ടമുണ്ടായിരുന്നു കയറാനായിട്ട്. പിന്നെ ഇതിങ്ങനെ പോകുന്ന കണ്ടപ്പോഴത്തേക്ക് ഒരു പേടി തോന്നിയിട്ടുണ്ടായിരുന്നു അവന്. പിന്നെ നമ്മൾ നിർബന്ധിച്ചാണ് അവനെ കയറ്റിയത് കേട്ടോ. നമ്മൾ കയറുമെന്ന് പറഞ്ഞ് നല്ല നിർബന്ധിച്ച്, നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ അവർ ആൺകുട്ടിയല്ലേന്ന് കരുതിയിട്ട് അവർ ആദ്യം ഇച്ചിരി സ്പീഡിന് ഓടിച്ചപ്പോഴത്തേക്ക് ഇവൻ വിളിച്ചു കേട്ടോ, കരഞ്ഞപ്പോഴത്തേക്കും പിന്നെ പതുക്കെ നടത്തിയാണ് കൊണ്ടുപോയത്. സുജിത്ത് പോയതിനേക്കാളും കുറേ കൂടെ ദൂരം കൊണ്ടുപോയി. കാരണം നമ്മൾ കുറേ നേരം വരെ എബിയെ നോക്കി നിന്നു. എനിക്ക് പിന്നെ അവസാനം പേടിയായി കേട്ടോ, അവനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നിന്ന സമയത്ത് കൊണ്ടുവന്നു. എനിക്ക് ഭയങ്കരമായിട്ട് പേടിച്ചു പോയി കേട്ടോ. ഇനി അവനെയും കൊണ്ട് എവിടേക്കും പോവുമോ എന്നൊക്കെ ഉള്ളൊരു പെട്ടെന്നൊരു പേടി അങ്ങ് മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്കിലും കുഴപ്പമില്ല, നല്ലതായിട്ട് തന്നെ അവർ പോയിട്ട് ഇങ്ങ് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇതിപ്പോൾ നല്ല ഇരുട്ടി കേട്ടോ, മൊബൈലിൽ ഇങ്ങനെ വെട്ടമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ഇരുട്ടി ഒരു സമയമാണ് ഇരുന്ന്. അവിടെ കുറേ നേരം വരെ ഞങ്ങൾ പിന്നെയും കാഴ്ചകളൊക്കെ കണ്ട് നിന്നു കേട്ടോ. നിന്നതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിലോട്ട് വന്നു കേട്ടോ. റൂമിലോട്ട് വന്ന് കുറേ നേരം വരെ ഞങ്ങൾ റൂമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു കേട്ടോ. നമുക്ക് എല്ലാവർക്കും ആ ഒരു റൂമായിരുന്നാലും ആ ഒരു പരിസരമായിരുന്നാലും എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നല്ല സ്ഥലങ്ങളും ഒക്കെയുള്ള സ്ഥലമാണ് കേട്ടോ മൂന്നാർ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മൾ റോഡിൻ്റെ സൈഡിൽ വന്ന് ഇറങ്ങിയിട്ട് റൂമിലോട്ട് പോകാൻ കേട്ടോ. ഒരു കുഞ്ഞു ഇടവഴിയുണ്ട് മുകളിലോട്ട് കയറാനായിട്ട്. അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങോട്ട് കയറത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ റൂമിലോട്ട് പോയി കേട്ടോ. അപ്പോൾ ഞാൻ ചേട്ടനും ചിത്രയേച്ചി അജയൻ ചേട്ടനൊക്കെ ഞങ്ങൾ മുകളത്തെ നിലയിലായിരുന്നു കേട്ടോ. അത് അവരുടെ ചിത്രയേച്ചി അജയൻ ചേട്ടൻ്റെ മുറിയായിരുന്നു. ഇത് ഞങ്ങളുടെ റൂമായിരുന്നു കേട്ടോ. തൊട്ടടുത്തൊരു റൂം ഉണ്ടായിരുന്നു, അത് ആരും ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ ഡ്രൈവർ അവിടെയാണ് കേട്ടോ കിടന്നത്. പിന്നെ ഞങ്ങൾ ഫ്രഷ് ആയതിനു ശേഷം താഴോട്ട് റൂമിലോട്ട് വന്നു കേട്ടോ. അവിടെ സ്നേഹയും ദബീനയൊക്കെ ഫ്രഷായി, ആദ്യം ഫ്രഷൊക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇറങ്ങി നിൽക്കുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിക്കാൻ പോയത്. ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഒരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ. നല്ലൊരു അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് ഇത്രയും വർഷത്തിനകത്ത് ഇങ്ങനെയൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അതിൻ്റെ ഇടയിൽ എല്ലാ സന്തോഷവും ഞങ്ങൾക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വന്നതിന് ശേഷം ചേട്ടന്മാരൊക്കെ കുറച്ച് നേരം മുകളിലൊക്കെ സംസാരിക്കാൻ വേണ്ടി പോയിരുന്നു. ഞങ്ങൾ 4 പേരും കൂടെ താഴെ, പിള്ളേരും ഒക്കെ ആയിട്ട് ഞങ്ങൾ താഴെ ഇരുന്നു കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വന്ന അതേ സ്ഥലത്തായിരുന്നു കേട്ടോ ഇപ്പോഴും ഫുഡ് കഴിക്കാനായിട്ട് വന്നത്. നല്ലൊരു ഹോട്ടലാണ്. ഇച്ചിരി താമസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ലൊരു ഹോട്ടലാണ്, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബാത്റൂം ആയിരുന്നാലും നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുന്നിടത്തായിരുന്നാലും എല്ലാം കൊണ്ട് നല്ല സൂപ്പറാണ് കേട്ടോ. നല്ല ഹോട്ടലാണ്, നല്ല ഫുഡാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമ്മളെല്ലാവരും വയറ് നിറയെ ഫുഡ് കഴിച്ചു. ഞാൻ രാത്രി നന്നായിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. ഉച്ചയ്ക്കൊന്നും രാവിലെയൊന്നും കഴിക്കാൻ പറ്റാത്തതെല്ലാം കൂടെ രാത്രി എടുത്ത് വെച്ച് കഴിച്ചു കേട്ടോ. അത്രയ്ക്കും നല്ല ഫുഡായിരുന്നു. നല്ല നീറ്റും ക്ലീനും ഒക്കെ ആയിരുന്നു. നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ഓൺ വോയിസിലെ വീഡിയോസാണ് വരുന്നത് കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് ഓൺ വോയിസിൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു ദിവസം കൂടെയായിരുന്നു. നല്ലൊരു ദിവസമാണ് കേട്ടോ. നിങ്ങളെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഷോയ്ക്ക് വേണ്ടിയാണ് ഈ സെക്രട്ടറി. ഇവിടെ തണുപ്പൊന്നുമില്ല ഗൈസ്, ഭയങ്കര ചൂടാണ്. ഇവിടെ തണുപ്പാണെന്ന് കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം എടുത്തിട്ടതാ. ഞങ്ങൾ കണ്ടില്ലേ, ബാക്കിയെല്ലാം ഞാൻ വോയിസ് ഇടും, ഇത് മാത്രം ഞാൻ ഓൺ വോയിസിലിടും. ചൂടെന്ന് വെച്ച് സഹിക്കാൻ വയ്യാത്ത ചൂട് ഷോ കാണിക്കാൻ വേണ്ടിയാണ് കാണിക്കുന്നത്. അപ്പൊ നീ ആർദ്രവന് എന്തിനാണ് സ്വെറ്റർ വാങ്ങിച്ചിട്ട് കൊടുത്തത്? കാറ്റടിക്കുന്നത് കൊണ്ടാണ്. ഭയങ്കര തണുപ്പായി. ഈ പുതപ്പിട്ടിട്ട് പോലും തണുപ്പ് തീരണില്ല. തണുപ്പാണ് ഇവിടെ.
അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ ടൂർ കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര തണുപ്പാണ് കേട്ടോ. നമ്മളൊരു സ്വെറ്റർ ഇട്ടിട്ടാണ് കിടക്കുന്നത് കേട്ടോ. സ്വെറ്റർ ഇട്ട് പുതുപ്പൊക്കെ മൂടിച്ചാണ് കിടക്കാൻ പോണത്. ഭയങ്കര തണുപ്പാണ് ഇവിടെ. അപ്പോൾ നാളെ ഉണ്ട് കേട്ടോ. നാളത്തെ ഒരു ദിവസത്തെ ടൂർ കൂടെ ഉണ്ട്. നാളെ രാത്രി നമ്മളിവിടെ തിരിക്കും ടൂറൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ, ഗുഡ് നൈറ്റ്.